ഹായ്, എന്ത് ഭംഗിയല്ലേ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ. ഇവിടെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ഒരു അനുഭവം തോന്നാറുണ്ട്. ഭയങ്കര ഒരു കാം ആൻഡ് ക്വയറ്റ്. നമ്മളുടെ ഉള്ളിൽ തന്നെ ആ ഒരു സമാധാനം നമുക്ക് അറിയാൻ സാധിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആർക്കും ഒരു പ്രശ്നങ്ങളൊന്നുമില്ല ഈ പ്രകൃതിക്ക്. അത് അതിൻ്റേതായ ഒരു തനിമയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ശാന്തമായിട്ട് കാറ്റ് വീശുന്നുണ്ട്, മഴ അതിൻ്റെ സമയത്ത് പെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ അതിൻ്റേതായ ഒരു തന്മയത്തിൽ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അതിൻ്റെ ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മളുടെ ആ ഒരു സ്പേസ് നമുക്കിവിടെ കിട്ടാറുണ്ട്. അതാണ് മെയിനായിട്ട് ഈ ഒരു പ്രകൃതി നമ്മളെ അത്രയധികം, നമുക്ക് പ്രകൃതിയോട് അത്രയധികം ഒരു ഇഷ്ടം, ഒരു താല്പര്യം തോന്നുന്നത് അതുകൊണ്ടായിരിക്കണം. പകരം നമുക്കിതിന് ചുറ്റും ഒരുപാട് വ്യക്തികളും ഒരുപാട് മലിനമായ സാഹചര്യമാണെങ്കിൽ അവിടെ ഒരു അത് അതിൻ്റെ പൊസിഷനിലല്ല ഉള്ളത്. അതിന് പലതും നേടാനും നടത്തിയെടുക്കാനൊക്കെയുള്ളൊരു ഓട്ടത്തിലാണ് പല വ്യക്തികളും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കും അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമ്മളുടെ ബോഡിയിലുണ്ടാവും, നമുക്കൊരു പുള്ളിങ് ഉണ്ടാവും. ഇപ്പോൾ ഇന്നലെ എനിക്ക് അനുഭവപ്പെട്ടൊരു കാര്യം, ഞാനിപ്പോൾ ഇവിടെ അട്ടപ്പാടിയിലുള്ളത്. അപ്പോൾ അവിടെ വരുന്ന വഴിയിൽ എൻ്റെ തൊട്ടിപ്പുറത്ത് കെന്നാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും, കെന്നാണ് ഇരുന്നത്. അപ്പം അവൻ എന്ന് പറയുന്നത്, അവൻ കൂടുതൽ നമ്മളെപ്പോലെ കൂടുതൽ ആഗ്രഹങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ആഗ്രഹങ്ങൾ നടക്കാത്തതിൻ്റെ വേദനയും ഒന്നും അവനില്ല. അവൻ അവൻ്റെ ഒരു പൊസിഷൻ, ഈ പ്രകൃതി പോലെ തന്നെയാണ്. അവൻ്റെ ഒരു പൊസിഷനിൽ അവൻ്റെ ബോഡി, അവൻ്റെ ശരീരവും അതിൻ്റെ ഉള്ളിലുള്ള ജീവനൊക്കെ അറിഞ്ഞ് ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു ഹാർമണിയിൽ ഇരിക്കുന്നൊരു കുട്ടിയാണ്. അപ്പോൾ അവൻ്റെ തൊട്ടടുത്താണ് ഞാൻ ഓൺ ദ വേ ഇങ്ങോട്ട് ഫുള്ളായിട്ട് ഞാൻ എത്തിയത് അവൻ്റെ കൂടെ ഇരുന്നിട്ടാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റി. ഞാൻ എൻ്റെ ഉള്ളിലുള്ള ഒരു എക്സ്പാൻഷൻ, എൻ്റെ ബോഡിയിൽ നടക്കുന്ന ഒരു എക്സ്പാൻഷൻ കോൺട്രാക്ഷനൊക്കെ എനിക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ പറ്റി. അതിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാൻ പറ്റി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവൻ പ്യുവറായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ടേക്കൊരു പുള്ളിങ് ഇല്ല. അവൻ്റെ പൊസിഷനിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു സ്പേസ് കിട്ടി. ഞാനതിൽ തുടർന്നു. എനിക്കറിയാം ഞാനിത് കണ്ടിന്യൂറ്റി കൊണ്ടുവരണം. എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ നമ്മൾ അറിയാനും അതിൻ്റെ ഒരു പവർ നമുക്കറിഞ്ഞ് അതിനെ ഉണർത്തിയെടുക്കാനൊക്കെ നമുക്ക് പറ്റുന്നത് ആ ഒരു തുടർച്ചയിൽ നിൽക്കുമ്പോഴാണ്. അതെനിക്ക് ഈ ഒരു യാത്രയിൽ എനിക്ക് സാധിച്ചു. അത് ഇവൻ അത്രയും പ്യുവറായിട്ട് ഇരുന്നുകൊണ്ടാണ്. പലപ്പോഴും നമ്മളെ വിഷമിക്കുന്നതിൻ്റെ ചില കാരണങ്ങൾ പുറത്തുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ശരീരത്തെ നമ്മൾ അറിയാണ്ടും അറിഞ്ഞുമൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കതിനെ കുറ്റം പറയാൻ പറ്റില്ല. നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ ജീവിക്കേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ എനിക്കിപ്പം ഇന്നലെ ഇവിടെ വന്നത്, ഇനി നാളെ ഇവിടുന്ന് തിരിച്ചു. അപ്പോൾ ഈ ഒരു പ്രകൃതി ഞാൻ ഇവിടുന്ന് വിട്ടിട്ട് എൻ്റെ ലോകത്ത്, എൻ്റെ വീട്ടിൽ ഞാനായി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എനിക്കൊരു സമാധാനം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കാം, അങ്ങനെയല്ലല്ലോ. ഇവിടെ നിന്നുള്ള ആ ഒരു അനുഭവത്തിന് ഞാൻ അറിഞ്ഞ് എൻ്റെ ഉള്ളിലുള്ള ആ ഒരു സമാധാനവും സന്തോഷവും ആ ഒരു അവസ്ഥ, ആ ഒരു ഹാർമണി ഞാൻ അറിഞ്ഞ് അത് നിലനിർത്തി കൊണ്ടുപോകേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഈ മലയിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും ഞാൻ പഴയ ജനിയായി വേറെ കുറേ കാര്യങ്ങളൊക്കെ ആലോചിച്ച് കുത്തിയിരുന്ന് വിഷമിക്കുകയാണെങ്കിൽ ഇവിടെ വന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, ഒരു താൽക്കാലിക സന്തോഷം എന്നേ ഉള്ളൂ. പകരം ഇവിടെ നിന്നുള്ള എൻ്റെ ഒരു അനുഭവം, എനിക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റിയ ഒരു അവസ്ഥ, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക, എല്ലാ സാഹചര്യത്തിലും കൊണ്ടുപോയി. ഇപ്പം ഞാൻ അവൻ്റെ കാര്യം പറഞ്ഞു, അങ്ങനെ ആയിരിക്കണം എന്നില്ല നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാർ. ചിലവർ ഒരുപാട് കാര്യങ്ങളിൽ പെട്ടിരിക്കുന്ന ഒരുപാട് വ്യക്തികൾ നമ്മളുടെ ചുറ്റുമുണ്ട്. കാരണം ഈ സമൂഹം അങ്ങനെയാണ്. പക്ഷെ നമുക്ക് അവരുടെ ഇടയിൽ ജീവിക്കാതിരിക്കാനും സാധിക്കില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ, ഇങ്ങനെയുള്ളൊരു അവസ്ഥ യൂണിവേഴ്സ് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ നൽകിയിട്ടുണ്ടാവും. അപ്പോൾ അവിടുന്ന് നമ്മൾ വർക്ക് ചെയ്ത് ആ ഒരു പവർ അറിഞ്ഞത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അല്ലാണ്ട് താൽക്കാലികമായിട്ടുള്ളൊരു സന്തോഷത്തിൽ പെട്ട് അതങ്ങ് അവോയ്ഡ് ചെയ്യരുത്. അത് തുടരുക. തുടർന്ന് ഇനി ഞാൻ തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞാലും
അല്ലെങ്കിൽ ഇനി ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യാനുണ്ടാവും. അപ്പോൾ അവരുടെ ഇടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു പൊസിഷനിൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഓക്കെ, അത് ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഷെയർ ചെയ്തതേ ഉള്ളൂ. ഓക്കെ, ബൈ.